വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാൻ. നമ്മുടെ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം ഉത്തരം ലഭിക്കുന്ന ഒരു പുണ്യസ്ഥലം. വടക്കൻ മലബാറിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഫസ്റ്റ് സൈറ്റിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും എത്താവുന്ന തിരുസന്നിധിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ രീതിയിൽ പൂജാരീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ്. ശിവന്റെയും വിഷ്ണുവിൻ്റെയും സങ്കല്പമായ പരബ്രഹ്മ സ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഭൈരവമൂർത്തിയായും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട്. ഭൈരവമൂർത്തിയുടെ വാഹനം നായയാണെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അകത്തും പുറത്തുമായി ചുറ്റി നടക്കുന്ന നായ്ക്കളെ നമുക്ക് കാണാൻ പറ്റും. പാടിക്കുറ്റിയമ്മയും ഭർത്താവായ നമ്പൂതിരിയും ഏറെ കാലം മക്കളില്ലാതെ വിഷമിച്ചിരുന്നു. അടിയുറച്ച് ശിവഭക്തരായിരുന്നു അവർ. മഹാദേവന്റെ അനുഗ്രഹത്താൽ പാടിക്കുറ്റിയമ്മയ്ക്ക് പുഴക്കടവിൽ നിന്നും ലഭിച്ച കുഞ്ഞാണ് പിൽക്കാലത്തിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. പൈങ്കുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും നടക്കുന്നു. ഈ സമയത്ത് നിരവധി ഭക്തർ ഇവിടെ എത്താറുണ്ട്. മുത്തപ്പനെ നേരിൽ കണ്ട് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കുന്നു. പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് ചന്ദനം പ്രസാദമായി കിട്ടുമ്പോൾ ഇവിടെ മുത്തപ്പൻ്റെ പ്രസാദമായി നമുക്ക് ലഭിക്കുന്നത് ഭസ്മമാണ്. ഇവിടെ എത്തുന്ന എല്ലാവരെയും മുത്തപ്പൻ അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രസാദമായി കിട്ടുന്ന ഭക്ഷണം സ്വീകരിച്ചാലേ മുത്തപ്പന് തൃപ്തിയാവുകയുള്ളൂ. ഇവിടെ പ്രസാദമായി പയറും തേങ്ങാപ്പൂളും ചായയും ഇടതടവില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 2 നേരവും പ്രസാദച്ചോറും ഇവിടുന്ന് ലഭിക്കും. പ്രസാദം കഴിക്കാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മുത്തപ്പൻ്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് ചോറൂണും നടത്തപ്പെടുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തന്മാർ മുത്തപ്പന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിന് സമീപം ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. വളപട്ടണം പുഴയുടെ ഭംഗിയും പ്രകൃതി സൗന്ദര്യവും ഈ ഗ്രാമത്തിൻ്റെ പച്ചപ്പുമെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ അനുഭവമാണ് ഈ ബോട്ട് യാത്ര നമുക്ക് തരുന്നത്. നിങ്ങൾ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പറശ്ശിനിക്കടവിലേക്ക് നിരവധി ബസ് സർവീസുകളുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് വരുന്ന യാത്രയാണിത്. ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ പുണ്യദർശനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. വേറിട്ട കാഴ്ചകളുമായി ഫസ്റ്റ് സൈറ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം.